കാലങ്ങൾ കൊണ്ട് അറിഞ്ഞും അടുത്തും ഇടപെട്ടും ഒരാളെ തിരഞ്ഞെടുക്കുന്നതും പെട്ടെന്നൊരു ദിവസം ഒരു വീട്ടിൽ പോയി ഒരാണിനെയോ ഒരു പെണ്ണിനെയോ കണ്ട് കല്യാണം കഴിക്കുന്നതും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ അറിഞ്ഞും കണ്ടും കൊടുത്തും വാങ്ങിയും ഇടപെട്ടും സംസാരിച്ചുമൊക്കെ ഒരു ആളെ തിരഞ്ഞെടുക്കലല്ലേ? അഥവാ ഒരു അറേഞ്ച്ഡ് മാരേജ് എന്നതിൻ്റെ അപ്പുറത്ത് ഒരു അഫെയർ മാരേജിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അതിന് അങ്ങനത്തെ ചില ഗുണങ്ങളില്ലേ എന്നതാണ് സാധാരണഗതിയിൽ ഇത്തരം ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പോയിന്റ്. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ്. അതായത് ക്യാമ്പസ് ഒന്നും അല്ലെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ നമ്മൾ പരിചയപ്പെട്ടു വരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ തൽക്കാലം അവരുടെ ആ ഒരു സ്നേഹബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് അവരൊരു ആസ്വാദനം ജീവിതത്തിൽ നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ അഫെയറിൽ സംഭവിക്കുന്നത്. അതിൽ അറിയാന്നുള്ളൊരു പ്രശ്നം തന്നെ ഉണ്ടാവണില്ല. ഞാൻ പറഞ്ഞത് പലപ്പോഴും 4, 5, 6 കൊല്ലം അഫെയറായി ജീവിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ലല്ലോ, അന്ന് നമ്മൾ മനസ്സിലാക്കിയ പോലെ ഒന്നല്ലല്ലോ എന്നാണ് പറയുന്നത്. പല കമിതാക്കളും പ്രേമിക്കുന്ന ആളുകൾ പിന്നീട് പറയാ, ഞാൻ ശരിക്കും എനിക്ക് അന്ന് അവളുടെ സ്വഭാവം അവൻ്റെ സ്വഭാവം മനസ്സിലായിരുന്നില്ല എന്നാ പറയാം. ഞാൻ സാധാരണ അയവിറക്കുന്നൊരു അനുഭവമുണ്ട്. ഒരു ഡെൻ്റൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു സുഹൃത്ത് അവൻ്റെ ഹൗസ് സർജൻസിൻ്റെ സമയത്ത് എന്നോട് സംസാരിച്ച് ഞാൻ ഓർക്കുകയാണ്. അവൻ വന്നിട്ട് പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ 4 വർഷത്തിലേറെയായിട്ട് അവൻ്റെ കോളേജിൽ സെയിം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്. എത്രമാത്രം എന്ന് വെച്ചാൽ ഗൾഫിലുള്ള തൻ്റെ പിതാവിൽ നിന്ന് തനിക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങളുടെ വലിയൊരു പങ്ക് ഇവൾക്കാണ് അവൻ കൊടുത്തുകൊണ്ടിരുന്നത്. മാത്രമല്ല എന്നും അവൻ കോളേജിലേക്ക് പോകുമ്പോൾ ഒന്നിച്ച് പോകും. അവൾക്കുള്ള ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവൻ എടുക്കും, അതിലെ ഭക്ഷണങ്ങളൊക്കെ അവൻ വഹിക്കും. ശരിക്കും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ പരിചരിക്കുന്നത് പോലെ അവൻ ശരിക്കും ക്യാമ്പസിൽ അവളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് ഉണ്ടായതെന്ന് വിചാരിച്ചാൽ അവസാന ഘട്ടത്തിൽ എക്സാമിന് കുറച്ച് പേഷ്യൻസ് വേണം. ആ പേഷ്യൻസ് അടക്കം അവന് കിട്ടിയ പേഷ്യൻസിനെ അവൾക്ക് കൊടുത്ത് അവൻ തോറ്റു. അവൻ ആ പേപ്പർ തോറ്റു. അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വീട്ടിലെത്തിയതിൻ്റെ പിറ്റേന്ന് രാവിലെ അവന് ഫോൺ വന്നു, എൻ്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്, ഞാൻ സോറി പറയാണ്, നിങ്ങൾ എന്താണ് വിചാരിച്ചത് എനിക്കറിയില്ല, ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ബന്ധമല്ല നിങ്ങളോട് വിചാരിച്ചിരുന്നത് എന്ന് അവൾ പറയാണ്. ശരിക്കും അവൻ ഞെട്ടിപ്പോവാണ്. ഞാൻ പറഞ്ഞത് 4 കൊല്ലം സംസാരിച്ചിട്ടും എന്തില്ല, ഇവനെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലായില്ല. അവൻ തിരിച്ചു ചോദിച്ചു, പിന്നെ എന്തിനാണ് നീ എന്നോട് മറ്റു ആൺകുട്ടികളോടില്ലാത്ത ഒരു പേഴ്സണൽ ബന്ധം നീ കീപ്പ് ചെയ്ത് എന്തിനാണ്? അതിന് അവളെ മറുപടി എന്തായാലും, എനിക്ക് ചില കാര്യങ്ങൾ നടന്നു പോകാൻ അത് ഗുണമായല്ലോ എന്നൊരു പെൺകുട്ടി പറയുന്നുവെങ്കിൽ ഇത് അപൂർവമായൊരു കേസല്ല. കമിതാക്കൾക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തൻ്റെ കൂടെയുള്ള ആളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിലൊരു ഉദാഹരണം എന്താ വേണ്ടത്? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തുടക്കത്തിൽ ഒരു പ്രേമം ആരംഭിക്കുമ്പോൾ തനിക്ക് പറ്റുന്ന ഒരാളാണോ അല്ലേ എന്ന് അന്വേഷിച്ചിട്ടല്ലല്ലോ പ്രവേശിക്കുന്നത്. സ്വാഭാവികമായും പെട്ടുപോവല്ലേ. പിന്നെ അതാണ് തനിക്ക് ഗുണമെന്ന് അയാൾ തീരുമാനിക്കുകയാണ്. അതല്ലാതെ പരിചയപ്പെടുന്നതിൽ ദോഷമുണ്ടോ ഗുണമുണ്ടോ എന്ന് ചിന്തിച്ച് ദോഷമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ ഏതെങ്കിലും കമിതാക്കൾ വേർപിരിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചത് ഓക്കെ, എന്ത് ആദ്യം ഒരു പരിചയം ഉണ്ടാക്കുക, ആ പരിചയം ശരിയല്ലെങ്കിൽ പിരിയുക. ഇത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അത് കല്യാണമായി പോകുന്നു. പക്ഷെ അറേഞ്ച്ഡ് മാരേജിൽ അങ്ങനെയല്ല. നമ്മൾ പോയി നോക്കുന്ന എല്ലാ പെണ്ണിനെയും നമ്മൾ കല്യാണം കഴിക്കണില്ല. അവിടെ അന്വേഷണങ്ങളിൽ ചോയ്സ് ഉണ്ട്. 10 ആളെ കണ്ടിട്ട് 11ാമത്തെ ആളേക്കാരും കല്യാണം കഴിക്കുന്നുണ്ടാകുക. പക്ഷെ കമിതാക്കൾക്ക് ചോയ്സ് ഇല്ല. അവർ ഏതിലാണോ പോയി പെടുന്നത്, അത് പ്രായമില്ല, ജാതിയില്ല, മതമില്ല, വയസ്സില്ല, ഒന്നുമില്ല. അപ്പൊ സത്യത്തിൽ ഇങ്ങനത്തെ പ്രേമവിവാഹങ്ങളെക്കാളും ചോയ്സും അന്വേഷണവും പരിചയപ്പെടലും സുരക്ഷിതവും ഒക്കെ നടക്കേണ്ടതായിരിക്കും അറേഞ്ച്ഡ് മാരേജിലായിരിക്കും.